വീഡിയോയിൽ നിങ്ങൾക്ക് ഞാനൊരു 3 സ്റ്റഡി സ്ട്രാറ്റജികൾ പറഞ്ഞുതരാം. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, അതേസമയം ഈ സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് ഇന്ന് മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും. നിങ്ങൾക്ക് ഇന്ന അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഇഷാം. ഞാൻ +1ലും +2ലും ഫുൾ A+ വാങ്ങി. അതുപോലെ തന്നെ 97% കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ CAക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ CA ഫൗണ്ടേഷനും CA ഇൻ്റർ ബോത്ത് ഗ്രൂപ്പും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്തു. 50% കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ദ മന്ത് ഓൺ October 2022 വെൻ ഐ വാസ് സ്റ്റഡിയിങ് CA ഫൗണ്ടേഷൻ. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയുന്ന പല സ്ട്രാറ്റജികളും യൂസ് ചെയ്തിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ വെറും 800 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 30K+ സബ്സ്ക്രൈബേഴ്സ് വെറും 6 മാസം കൊണ്ട് ഞാൻ എത്തിച്ചത്. സ്റ്റഡി പ്ലാൻ 1 നിങ്ങൾക്ക് അറൗണ്ട് 6 മാസം അതിൽ കൂടുതലോ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്റ്റഡി പ്ലാൻ 2 നിങ്ങൾക്ക് ഒരു 3 മാസമൊക്കെ ടൈം ഉള്ളൂ എന്നുണ്ടെങ്കിൽ, സ്റ്റഡി പ്ലാൻ 3 നിങ്ങൾക്ക് 1 മാസമോ അതിൽ കുറവോ ടൈം ഉള്ളൂ എന്നുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും നോളജ് അത്ലീറ്റ്സ് ആണ്. നോളജ് അത്ലീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവർ ഒരിക്കലും എത്ര സമയം നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ എത്ര സമയം നമ്മൾ വർക്ക് ചെയ്തു എന്നുള്ളതിനനുസരിച്ചല്ല നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുക. ആ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്. സോ ഈ വീഡിയോയിൽ പറഞ്ഞ ഏത് സ്ട്രാറ്റജിക്കും പോകുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന സംഭവമാണ്. അതിലൊന്ന് ഡീപ്പ് വർക്ക്, രണ്ടാമത്തത് ഫോക്കസ്, മൂന്നാമത്തത് ഫ്ലോ സ്റ്റേറ്റ്. ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും ഒരിക്കലും നിങ്ങൾ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന്, സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ഒന്നും കിട്ടുന്ന സംഭവങ്ങളല്ല. ഓലെല്ലാവരും പഠിക്കണം എന്ന് പറഞ്ഞുതരും. പക്ഷേ എങ്ങനെ പഠിക്കണം, എങ്ങനെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യണം, എങ്ങനെ ക്വാളിറ്റിയിൽ പഠിക്കണം എന്ന് ആരും പറഞ്ഞില്ല. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ഡീപ്പ് വർക്ക്. Deep work is the ability to focus without being distracted on a cognitively demanding task. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു എബിലിറ്റിയാണ് ടു ഫോക്കസ് വിതൗട്ട് ബീയിങ് ഡിസ്ട്രാക്റ്റഡ് ഓർ ഫോക്കസ് വിതൗട്ട് ഡിസ്ട്രാക്ഷൻ ഓൺ എ കോഗ്നിറ്റീവ്ലി ഡിമാൻഡിങ് ടാസ്ക്. സോ നിങ്ങൾ ആദ്യം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഹൗ ടു ലേൺ ഈസിലി എന്നൊക്കെയാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത് ഇങ്ങനൊരു വീഡിയോ കാണുമ്പോൾ. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ എന്ത് കാര്യം മനസ്സിലാക്കുമ്പോൾ, ക്രാം ചെയ്യല്ല, കാണാപ്പാടം പഠിക്കല്ല, ബട്ട് മനസ്സിലാക്കുമ്പോൾ, പുതിയ കാര്യങ്ങൾ ആക്ച്വലി പഠിക്കുമ്പോൾ, ലേൺ ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിൻ്റെ ഉള്ളിലുള്ള ന്യൂറോൺസുകളുടെ ഇടയിലുള്ള കണക്ഷൻസ് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ചിലത് വീക്കൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ കണക്ഷൻസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഭവമാണ് ഓൾറെഡി ഉള്ള നോളജ് മാറുന്നതോ അല്ലെങ്കിൽ പുതിയ നോളജുകളോ വരുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഡീപ്പ് വർക്കിൻ്റെ ഡെഫിനിഷനിൽ ഒരു പോയിന്റ് ഉണ്ട്, കോഗ്നിറ്റീവ്ലി ഡിമാൻഡിങ് ടാസ്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡീപ്പ് വർക്കാണ് നമ്മളെ ലേണിംഗ് എന്ന് പറയുന്നത്, സ്റ്റഡി എന്ന് പറയുന്നത്. അതൊരു കോഗ്നിറ്റീവ്ലി ഡിമാൻഡിങ് ടാസ്ക് ആയിരിക്കും. സോ സ്റ്റഡീസ് ഈസി ആക്കാം എന്നുള്ളതിന് പകരം സ്റ്റഡീസ് ചലഞ്ചിങ് ആയിരിക്കും, എന്നാലേ അവിടെ ലേണിംഗ് നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇനി ഞാൻ ഡീപ്പ് വർക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. 2 ടൈപ്പ് വർക്ക് ഉണ്ട്, ഷാലോ വർക്കും ഡീപ്പ് വർക്കും. കാൾ ന്യൂപോർട്ടിൻ്റെ ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞ ബുക്കിലുള്ള സംഭവമാണ്, കൺസെപ്റ്റാണിത്. ഷാലോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും കോഗ്നിറ്റീവ് എബിലിറ്റിയൊന്നും നമ്മൾ വല്ലാതെ യൂസ് ചെയ്യാതെ, ഫുൾ പൊട്ടൻഷ്യലൊന്നും യൂസ് ചെയ്യാതെ, ഒരു ചലഞ്ചിങ്ങൊന്നും അല്ലാത്ത ഈസി ടാസ്കുകൾ നമ്മളിങ്ങനെ ഒരു പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യണം. നമ്മൾ ഇമെയിൽസ് ഇങ്ങനെ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുക, അതിൻ്റെ ഇടയിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുക, നമ്മൾ മ്യൂസിക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടുകൊണ്ട് പഠിക്കുക, ഇങ്ങനത്തെ സംഭവമൊക്കെ ഷാലോ വർക്കാണ്. ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ടാസ്ക്കാണ്, മൾട്ടി ടാസ്കിങ് അല്ല, സിംഗിൾ ടാസ്കിങ് ആണ്. ഒരു സാധനത്തിൽ നമ്മളെല്ലാ ഫോക്കസും കൊടുത്ത് പക്കായിട്ട് നമ്മുടെ ബ്രെയിൻ്റെ ഫുൾ എബിലിറ്റിനെ നമ്മൾ പുഷ് ചെയ്താണ്ട്, നമ്മളെ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പുഷ് ചെയ്താണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് എന്ത്, ഡീപ്പ് വർക്ക്. അടുത്തതാണ് ഫോക്കസ്. ഫോക്കസ് എന്ന് പറയുന്നത് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ബീയിങ് ഡിസ്ട്രാക്റ്റഡ്. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആണ്. 2 ആൾക്കാർ ചെയ്യുന്ന വർക്ക് ഒരേ സമയമാണ് ഓല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരേ മണിക്കൂറുകളാണ് ഓല് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഓരോ ഔട്ട്പുട്ടിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന മെയിൻ സംഭവം എന്ന് പറയുന്നത് ഫോക്കസ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നോക്കി. പേഴ്സൺ 1 ഉണ്ട്, പേഴ്സൺ 2 ഉണ്ട്, പേഴ്സൺ 3 ഉണ്ട്, 3 ആൾക്കാരുണ്ട്. ഓക്കെ, അതിൽ ഈ സൈഡിൽ യൂണിറ്റ് ഓഫ് ടൈമും യൂണിറ്റ് ഓഫ് ഫോക്കസും അതുപോലെ യൂണിറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഉണ്ട്. പേഴ്സൺ 1 10 മണിക്കൂർ പണിയെടുക്കുന്നുണ്ട്, യൂണിറ്റ് ഓഫ് ടൈം 10 ആണ്. അതിൻ്റെ എക്സാമ്പിൾ പറയാം, 10 മണിക്കൂർ പണിയെടുക്കുന്നുണ്ട്. അയാളെ യൂണിറ്റ് ഓഫ് ഫോക്കസ് എന്ന് പറയുന്നത് 2 ഉള്ളൂ. അപ്പോൾ അയാൾക്ക് വരുന്ന പ്രൊഡക്ടിവിറ്റി, ടോട്ടൽ യൂണിറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി 20. ഇനി പേഴ്സൺ 2ൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അയാൾ 5 മണിക്കൂറേ പണിയെടുക്കണുള്ളൂ. കമ്പയർഡ് ടു പേഴ്സൺ 1 അയാളുടെ ഒരു പകുതിയെ ഇയാൾ പണിയെടുക്കണുള്ളൂ, പേഴ്സൺ 2. പക്ഷേ അയാൾക്ക് യൂണിറ്റ് ഓഫ് ഫോക്കസ് 4 ഉണ്ട്, അതുകൊണ്ട് തന്നെ അയാൾക്ക് പ്രൊഡക്ടിവിറ്റി 20 വരുന്നുണ്ട്, സെയിം ആസ് പേഴ്സൺ 1. ഇയാൾ 10 മണിക്കൂർ പണിയെടുത്തു പേഴ്സൺ 1, പക്ഷേ 20 യൂണിറ്റേ പ്രൊഡക്ടിവിറ്റി ഉള്ളൂ. എന്നാൽ അതേസമയം പേഴ്സൺ 2 5 മണിക്കൂർ പണിയെടുത്തിട്ട് അയാൾക്ക് അതേ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതേ പ്രൊഡക്ടിവിറ്റി കിട്ടി. ഇനി പേഴ്സൺ 3ൻ്റെ കേസ് നോക്കുക. പേഴ്സൺ 3 എന്ന് പറയുന്നത് 3 മണിക്കൂറേ പണിയെടുക്കണുള്ളൂ, പക്ഷേ അയാൾക്ക് ഫോക്കസ് എത്ര ഉണ്ട്, 10 യൂണിറ്റ് ഉണ്ട്. സോ 3 × 10 30 യൂണിറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. അതായത് 10 മണിക്കൂർ പണിയെടുത്തതിനെക്കാട്ടും അടിപൊളി റിസൾട്ട് ആർക്ക് കിട്ടി, ഈ 3 മണിക്കൂർ പണിയെടുത്ത ആൾക്ക് കിട്ടി. സോ ഇവരുടെ മെയിൻ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് എന്താ, ഫോക്കസ്. എല്ലാവരും ഒരേ ഹവേഴ്സാണ് പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ പ്രൊഡക്ടിവിറ്റിൻ്റെ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കി.
സോ ഫോക്കസ് ഈസ് എ ഫോഴ്സ് മൾട്ടിപ്ലയർ. ഇനി മൂന്നാമത്തെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ഫ്ലോ സ്റ്റേറ്റ്. ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആണ്. ഫ്ലോ സ്റ്റേറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ മിഹാലി എന്ന് പറഞ്ഞ ആൾ മൂപ്പരെ ഫ്ലോ എന്ന് പറഞ്ഞ ബുക്കിൽ പറഞ്ഞൊരു ഡെഫിനിഷൻ ഉണ്ട്. ഫ്ലോ എന്ന് പറയുന്നത് ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഫ്ലോ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ് ഈസ് ഇറ്റ് ഫീൽസ് അമേസിങ്. ഇറ്റ് ഈസ് ദ സീക്രട്ട് ടു ഹാപ്പിനെസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ്. യു വിൽ ബി വർക്കിംഗ് വിത്ത് യുവർ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ. നിങ്ങളും ആ ടാസ്കും ഒന്നാവും. നിങ്ങൾക്ക് വേറെ ചിന്ത, അതുപോലെ നിങ്ങൾ വേറെ ടാസ്ക് ചെയ്യുന്നു, അങ്ങനെയല്ല. നിങ്ങളും ആ ടാസ്ക് ഒന്നാവും, നിങ്ങൾ അതിൽ മുഴുകും. അതുപോലെ തന്നെ ടൈം പോകുന്നത് നിങ്ങളറിയില്ല. ഇതിനാണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയാം. ഫ്ലോ സ്റ്റേറ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ലറ്റ് സ്പ്രിൻറ്റിങ്ങിന് റെഡി ആയി നിൽക്കുകയാണ് 100 മീറ്റർ 200 മീറ്റർ ഓട്ടത്തിൽ. അപ്പോൾ ആ സ്പ്രിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു വിസിലാണ് മുഴങ്ങുമ്പോൾ പിന്നെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കണില്ല, ഓനും ആ ആക്റ്റും ഒന്നാവുകയാണ്, വേറെ ഒരു തോട്ട്സും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മ്യൂസീഷ്യൻ ഡീപ്ലി ഒരു പുതിയ സോങ്, ചലഞ്ചിങ് ആയിട്ടുള്ള സോങ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂപ്പര് ആ ടാസ്ക് ഒന്നാവുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കോഡ് ഒരു ചങ്ങായി ഇങ്ങനെ റൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഓൻ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഓനും ആ കോഡും മാത്രം ആ ഒരു രീതിയിൽ ഒന്നായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ആൻഡ് ദിസ് ഈസ് വാട്ട് ഫ്ലോ സ്റ്റേറ്റ്. ആൻഡ് ഫ്ലോ സ്റ്റേറ്റ് ഈസ് എ സ്റ്റേറ്റ് വെൻ യു ഗോ ഓൺ ഡീപ്പ് വർക്ക്. ഡീപ്പ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പോകേണ്ട സ്റ്റേറ്റ് ആണ് എന്ത്, ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 3 സംഭവങ്ങൾക്ക് നിങ്ങളെ പ്രൊഡക്ടിവിറ്റി, നിങ്ങളെ ലേണിംഗ്, നിങ്ങളെ മെമ്മറി, നിങ്ങളെ ക്രിയേറ്റിവിറ്റി ഒക്കെ 10 അല്ല 100 ഇരട്ടി വരെ എൻഹാൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഫസ്റ്റത്തെ സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുന്നത് എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് 6 മാസമോ അതിൽ കൂടുതലോ ടൈം ഉണ്ട് പഠിക്കാനെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുക മോർണിംഗ് റൂട്ടീൻ വെച്ചുകൊണ്ടാണ്. ഈ സ്ട്രാറ്റജിയിൽ മോർണിംഗ് റൂട്ടീന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പ്രൈം ആക്കാൻ വേണ്ടിയിട്ടാണ്. ടോണി റോബിൻസ് പറയുന്ന ഒരു സംഭവമുണ്ട്, സ്റ്റേറ്റ് സ്റ്റോറി സ്ട്രാറ്റജി. നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ അതിനനുസരിച്ചിരിക്കും നിങ്ങൾ അവിടുന്ന് ഉണ്ടാക്കുന്ന സ്റ്റോറി, അതുപോലെ നിങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി. സോ നിങ്ങൾ രാവിലെ തന്നെ ഒരു ഹൈലി സ്റ്റിമുലേറ്റഡ് സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്താണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഉറക്കം തൂങ്ങിയ സ്റ്റേറ്റിലാണ് പഠിക്കാനിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി, നിങ്ങൾ പഠിക്കുന്ന രീതി ഒക്കെ എങ്ങനെ ആയിരിക്കും, ആ ഒരു ഉറക്കം തൂങ്ങിയ പോലെ തന്നെ ആയിരിക്കും. സോ മോർണിംഗ് റൂട്ടീൻ ഈസ് ക്രൂഷ്യൽ ഹിയർ. മാക്സിമം ഒരു 1 hour എടുക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല. നമ്മളിവിടെ 15 സ്റ്റെപ്പുള്ള മോർണിംഗ് റൂട്ടീനൊന്നല്ല ചെയ്യുന്നത്. നമ്മളിവിടെ പ്രൊഡക്ടിവിറ്റിക്ക്, അതേപോലെ തന്നെ ഫോക്കസിന്, അതുപോലെ തന്നെ നമ്മളെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് മോർണിംഗ് റൂട്ടീൻ ചെയ്യുന്നത്. സോ മോർണിംഗ് റൂട്ടീനിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ഒരു ലൈറ്റ് ആക്ടിവിറ്റി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ലൈറ്റ് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഹെവി വർക്കൗട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ജസ്റ്റ് ഒന്ന് നടക്കുകയോ കുറച്ച് സ്ട്രെച്ചിങ്ങോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബോഡിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ആക്റ്റീവ് ആവാൻ തുടങ്ങി. സോ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും, നിങ്ങളെ ബോഡിയൊക്കെ ഒന്ന് ചൂടാവാൻ തുടങ്ങും. അതുപോലെ തന്നെ കോർട്ടിസോളിൻ്റെ, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺ എപ്പോഴും ചീത്ത സംഭവമല്ല, നമുക്ക് അത് അത്യാവശ്യമാണ് രാവിലെ എണീക്കുമ്പോഴൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രൊഡക്ഷൻ ഇങ്ങനെ കൂടി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കോൾഡ് ഷവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡോപ്പമിൻ ഉണ്ടല്ലോ, ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാക്കുന്ന ഹോർമോൺ, അത് 250% കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ അത് ക്രാഷ് ഇല്ലാതെ കുറേ നേരം നിൽക്കും ചെയ്യും. നമ്മളെ മൂഡ് പെട്ടെന്ന് ഇമ്പ്രൂവ് ആവും, നമുക്ക് പെട്ടെന്ന് ഫോക്കസും അലേർട്ട്നെസ്സും ഒക്കെ വരും. അതുപോലെ തന്നെ നമ്മളെ സ്റ്റേറ്റ്, നമ്മളൊരു ഉറക്കം തൂങ്ങിയ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് പെട്ടെന്ന് ഒരു അലേർട്ടായ സ്റ്റേറ്റിലേക്ക് മാറ്റുന്നു. പിന്നെ മൂന്നാമത്തെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് മെഡിറ്റേഷൻ. സിംപ്ലി നമ്മളിവിടെ ഫോക്കസിന് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രീത്തിൽ ഫോക്കസ് ചെയ്താണ്ട് ഡീപ്പ് ബ്രെത്ത് ഇൻഹേൽ ചെയ്താണ്ട് ഡീപ്പ് ബ്രെത്ത് എക്സേൽ ചെയ്താണ്ട് ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ണടച്ചിട്ട് ആ ഒരു ബ്രെത്തിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യുക. നിങ്ങളെ ചിന്ത പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആ ചിന്ത വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാം. ഒരു ക്ലോക്ക് ടൈമറോ, ഫോണത്തെ ടൈമറോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻസൈറ്റ് ടൈമർ എന്ന് പറഞ്ഞ ആപ്പൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സംഭവങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യുക. അങ്ങനെ ഒരു 1 hour മാക്സിമം ഉള്ള മോർണിംഗ് റൂട്ടീൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനി 1 hour ഉള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ ആഡ് ചെയ്യണം. മാക്സിമം ഒരു 1 hour പോയാൽ മതി, ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആക്കാനില്ല. ഫിസിക്കൽ ആക്ടിവിറ്റി ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിങ്ങളെ നമ്മൾ പഠിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് സോഷ്യൽ ആക്ടിവിറ്റീസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി ജിമ്മിൽ പോലോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരായിട്ടും സോഷ്യലി നമ്മൾ എൻഗേജ് ആവുന്നു. അപ്പോൾ ആ ഒരു സംഭവം നമ്മളെ മെൻ്റൽ ഹെൽത്തിന് അത്യാവശ്യമാണ്. വെറും പഠിത്തം മാത്രമായി കഴിഞ്ഞാൽ അത് നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. ഇവിടെ നമുക്ക് അത്യാവശ്യം ടൈം ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സിംപ്ലി വളണ്ടറിലി നോട്ട് ഈറ്റിംഗ് ഫോർ എ സെർട്ടൻ പീരിയഡ് ഓഫ് ടൈം. 16:8, അതായത് 16 മണിക്കൂർ ഫുഡ് കഴിക്കാതെ 8 മണിക്കൂർ വിൻഡോയിൽ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ 20 മണിക്കൂർ ഫുഡ് കഴിക്കാതെ 4 മണിക്കൂർ വിൻഡോയിൽ ഫുഡ് കഴിക്കുക. ആ വിൻഡോയിൽ, അതായത് നമ്മൾ ഫാസ്റ്റഡ് വിൻഡോയിൽ നമുക്ക് ബ്ലാക്ക് കോഫി, അതുപോലെ ഇലക്ട്രോലൈറ്റ്സ്, അതുപോലെ വെള്ളം, ഈ സംഭവങ്ങൾ എടുക്കാൻ പറ്റും. സോ ഫാസ്റ്റിംഗ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ദ നമ്പർ 1 ടൂൾ എന്ന് ഞാൻ പറയാം ടു ഇംപ്രൂവ് യുവർ ഫോക്കസ് ഓർ പ്രൊഡക്ടിവിറ്റി. കാരണം എന്താ, നിങ്ങൾക്ക് അറിയുണ്ടാവും സിമ്പത്തറ്റിക് അതേപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിക്കുള്ളത്. അതായത് ഒന്ന് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റും ഒന്ന്
ഫൈറ്റ് ഓർ ഫ്ലൈറ്റും ആണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ അലേർട്ടായിരിക്കും, നമ്മൾ ഹണ്ട് ചെയ്യാനൊക്കെ പോകുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ത്രെറ്റൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു സംഭവമാണ്, ആ ഒരു ഫീലിംഗ് നമ്മളെ ബോഡിക്ക് ഉണ്ടാവണം. അഡ്രിനാലിനൊക്കെ ഒന്നായിട്ട് കൂടിയിട്ട് നമ്മൾ പക്ക ഫോക്കസ്ഡ് ആയിക്കാണ് നിൽക്കുന്ന ടൈം. നമ്മൾ ഇര വരുന്നതും അതുപോലെ സൗണ്ടും പ്രൊഡക്റ്റേഴ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കണം നമ്മൾ കാട്ടിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് നമുക്ക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കിട്ടി നമ്മൾ ഫുള്ള് കംഫർട്ടായി നിൽക്കുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ സ്ലോ ആയിരിക്കും, സ്ലഗ്ഗിഷ് ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഫാസ്റ്റിങ് ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിസ്റ്റത്തിന് ഓൺ ആക്കുന്നുണ്ട്. നമുക്ക് ഫുഡില്ലാത്ത സമയം എന്ന് പറയുന്നത് നമ്മളൊരു ഹണ്ടിന് പോകുന്ന പോലെയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോളജ് അത്ലീറ്റ്സ് ആണ്, നമ്മളെ ബ്രെയിൻ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഹണ്ട് എന്ന് പറയുന്നത് ഏതാണ്? നമ്മളെ സ്റ്റഡിയാണ്, നമ്മളെ പഠിത്തമാണ്. അപ്പോൾ അതിനെ ഫോക്കസോട് കൂടി അപ്രോച്ച് ചെയ്യാൻ ആരെ ഹെൽപ്പ് ചെയ്യുന്നത്? ദ നമ്പർ 1 ടൂൾ ഫാസ്റ്റിംഗ്. നിങ്ങളിവിടെ സ്ലോലി നിങ്ങളെ ഡയറ്റ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ പല ആൾക്കാർക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ സ്റ്റഡി ടെക്നിക്കൊന്നും നല്ലല്ലോ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ബേസ്. ഒരാൾക്ക് പക്ക ക്വാളിറ്റി വർക്ക് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ പഠിക്കാൻ പറ്റണം എന്നുള്ളത്. എത്ര മണിക്കൂർ പഠിച്ചു എന്നല്ല കാര്യം, ആ വർക്ക് എങ്ങനെ ചെയ്തു, എത്ര ക്വാളിറ്റിയിൽ ചെയ്തു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ പതുക്കെ മാറ്റി തുടങ്ങാം. നമ്മൾ ഹൈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളാണ് കൂടുതൽ കഴിക്കുന്നത്, കാർബോഹൈഡ്രേറ്റ്സ് ആണ് കൂടുതൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ അതുപോലെ ഇന്ത്യക്കാർ ഫുൾ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ കഴിക്കുന്ന ആളാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ ചോറ് ഇടുന്ന ആൾക്കാരാണ്. അവിടെ നിങ്ങൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ പതുക്കെ കാർബോഹൈഡ്രേറ്റ്സ് ഇങ്ങനെ കുറച്ച് വരിക. അതുപോലെ ജങ്ക് ഫുഡുകൾ, പ്രോസസ്ഡ് ഫുഡുകൾ, സീഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, അങ്ങനത്തെ ഓയിലൊക്കെ പൊരിച്ച സാധനങ്ങളൊക്കെ ഒഴിവാക്കുക, എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ വീട്ടിൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്ലെയിൻ ആയിട്ടുള്ള അൺപ്രോസസ്ഡ് ടൈപ്പ് ആയിട്ടുള്ള വീട്ടിലുണ്ടാക്കുന്ന ചോറും അതുപോലെ അപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ബാക്കിയുള്ള പ്രോസസ്ഡ് സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ന്യൂട്രീഷൻ ബോംബുകൾ ആഡ് ചെയ്യുക. ന്യൂട്രീഷൻ ബോംബുകൾ അത്യാവശ്യമാണ്. ന്യൂട്രീഷൻ ബോംബ് എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ ലിവർ, ഹാർട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ, അതുപോലെ മുട്ട, എഗ്ഗ്, യോക്ക് ഉൾപ്പെടെ, അതുപോലെ തന്നെ ഫാറ്റി ഫിഷുകൾ ഉണ്ടല്ലോ, സാൽമൺ ഇവിടെ കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ അതേപോലെ തന്നെ നമ്മളെ മത്തി, അതുപോലെ നെയ്മീൻ, അതുപോലെ ട്യൂണ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഹൈ ഫാറ്റുള്ള ഫിഷുകൾ. ഈ സാധനങ്ങൾ ഒമേഗ 3 അതുപോലെ ഇതിലുള്ള പല സിങ്കും അയണും കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ നമ്മളെ ബ്രെയിൻ ഹെൽത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ നല്ല ഒപ്റ്റിമൈസ് ആയിക്കാൻ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് നമ്മൾ നല്ല ഫ്യൂവൽ കൊടുക്കണം. അതുകൊണ്ടാണ് നിങ്ങളെ ഡയറ്റ് ഞാൻ സ്ലോലി ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. ഹൈ കാർബ് ഡയറ്റിൽ നിന്ന് ലോ കാർബിലേക്കും അതുപോലെ തന്നെ ഹൈ ഇൻ പ്രോട്ടീൻ, ഹൈ ഇൻ ഫാറ്റിലേക്ക് മാറാം. കൂടുതൽ ഫാറ്റ് കഴിക്കുക. ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ അത്യാവശ്യമാണ്. എങ്ങനത്തെ ഫാറ്റുകൾ? ബട്ടർ, ഗീ, അതുപോലെ ബീഫിൻ്റെ ടാലോ ഇങ്ങനത്തെ സംഭവങ്ങൾ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്, കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ സ്പൈക്ക് എന്ന സംഭവം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചോറോ അല്ലെങ്കിൽ ബിരിയാണിയോ അല്ലെങ്കിൽ മന്തിയോ ഇതൊക്കെ തിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരെ പഠിക്കാൻ വയ്ക്കില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ബോഡി അവിടെ ഒന്ന് ഡൈജഷനിലേക്കാരം ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അത് ഏത് ഫുഡ് കഴിച്ചാലും, അതിപ്പോൾ മീറ്റ് ആണെങ്കിലും എഗ് ആണെങ്കിലും ഒക്കെ. പ്രത്യേകിച്ച് കാർബും കൂടി ആകുമ്പോൾ അവിടെ ഇൻസുലിൻ സ്പൈക്ക് നല്ലോണം ഉണ്ടാവും. ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു എനർജി സ്പൈക്കും എനർജി ക്രാഷും ഉണ്ടാവും. അത് ഫിറ്റ്നസിൻ്റെ ഇതിൽ പെടുന്ന സംഭവമാണ്. എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്, കൂടുതൽ ചോറും മന്തി, ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങൾ പെട്ടെന്ന് ദഹിക്കുന്ന സാധനങ്ങളോ ഇങ്ങനത്തെ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഫുഡുകൾ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ എനർജി ക്രാഷ് ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് ഉറക്കം വരും. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് പഠിക്കാൻ ഇരിക്കുക എന്നുള്ള ഒരു അഡ്വൈസ് ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഹെവി കഴിച്ചിട്ടുണ്ട്, അത് മണ്ടത്തരാണ്, അത് ഫോളോ ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ ഫുഡ് കഴിച്ചാണ്ട് ചെറിയ രീതിയിൽ ഫുഡ് കഴിച്ചിട്ട് ഒന്ന് ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യുക, അത് ദഹിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം, എന്നിട്ട് പഠിക്കാതിരിക്കുക. അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക. ഇനി നിങ്ങൾക്ക് ഇത് ശരിക്കും ഒരു വേറെ ലെവലിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുത്ത് തുടങ്ങാം. അപ്പോൾ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുക്കുന്നതിന് മുമ്പ് ടു ബി ഓൺ ദ സേഫ് സൈഡ് ഞാൻ പറയാം, നിങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റും. ഓൾറെഡി കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ക്രിയാറ്റിൻ എടുക്കാൻ പറ്റും. അപ്പോൾ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡേഞ്ചറസ് ഡ്രഗ് ഒന്നല്ല, പക്ഷേ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണോ നോക്കുക. ക്രിയാറ്റിന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഇപ്പോൾ പോയി സെർച്ച് ചെയ്ത് നോക്കി, വിൽ ക്രിയാറ്റിൻ ഹെൽപ്പ് ഇൻ കോഗ്നിറ്റീവ് പെർഫോമൻസ് ഒന്ന് അടിച്ചു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് കാര്യമാണോ അല്ലേ എന്നുള്ളത്. ഈ ഒരു ടൈമിൽ നമുക്ക് അത്യാവശ്യം ടൈമുള്ള ഈ പീരീഡിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് നിങ്ങളെ സ്ലീപ്പ് ടിൽ റെസ്റ്റഡ്. നിങ്ങളെ ബോഡി റെസ്റ്റഡ് ആണ്, നിങ്ങളെ മൈൻഡ് റെസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യണ വരെ നിങ്ങൾ ഉറങ്ങണം. 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂർ, 9 മണിക്കൂർ എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ആവറേജ് റേഞ്ച് പറയുമ്പോൾ ഒരു 7 to 9 വരിക. പക്ഷേ നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് രാവിലെ എണീറ്റിട്ട് ഒരു ഗ്രോഗിനെസ്സോ കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾ റിഫ്രഷ്ഡ് ആണ് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള സ്ലീപ്പ് നിങ്ങൾ ഇവിടെ കൊടുക്കണം. കാരണം ഇവിടെ എക്സാം ആവാനായിട്ടില്ല, നിങ്ങൾക്ക് ടൈം ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചതും കാര്യങ്ങളൊക്കെ നിങ്ങളെ മെമ്മറിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ, ലോങ് ടേം മെമ്മറിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിക്ക് മാറ്റണം. അതുപോലെ തന്നെ മെമ്മറി കൺസോൾട്ടേഷൻ നടക്കണം. അതുപോലെ തന്നെ നിങ്ങളെ കോഗ്നിറ്റീവ് പെർഫോമൻസ്, നിങ്ങളെ പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റിവിറ്റി ഈ സംഭവങ്ങളൊക്കെ കൂടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഉറക്കം കൊടുക്കണം.
ഓക്കെ, നിങ്ങളെ ബോഡി റെസ്റ്റഡ് ആണെന്ന് തോന്നുന്ന വരെ നിങ്ങൾ ഉറങ്ങണം. അത് ഓരോരുത്തരത് ഓരോ രീതിയിലാണ്. അപ്പോൾ നിങ്ങളെ ബോഡിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക, അത് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ +1 +2 CA ഫൗണ്ടേഷനൊക്കെ പഠിച്ച ടൈമിൽ ഉറക്കത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ലേനു. നമ്മൾ ഈ MBBS സ്റ്റുഡൻസിനൊക്കെ നല്ല രീതിയിൽ പരിചയമുള്ള സാധനമായിരിക്കാൻ എന്ത് ഈ ഓൾ നൈറ്റർ പുൾ ചെയ്യുക, അതുപോലെ തന്നെ ഫുള്ള് ക്രാം ചെയ്ത് പഠിക്കുക, രാത്രി ഉറക്കം കൊഴിച്ചാണ് എന്നുള്ളത്. പക്ഷേ ആക്ച്വലി അതൊരു കൺസിസ്റ്റൻറ്റ് ബേസിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാം, കൂടുതൽ കഫേനൊക്കെ എടുത്താണ് നമുക്ക് ചെയ്യാം. പക്ഷേ അതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മൈൻഡിൻ്റെ പവർ നിങ്ങളിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കുറേ പഠിക്കണ പോലെ തോന്നും, പക്ഷെ അതൊന്നും നിങ്ങളെ മൈൻഡിലേക്ക് വല്ലാതെ കയറില്ല. ലാസ്റ്റ് വണ്ണാണ് നിങ്ങൾക്ക് കഫീൻ യൂസ് ചെയ്യാം. കഫീൻ എന്ന് പറഞ്ഞാൽ കോഫിയിലും അതുപോലെ എനർജി ഡ്രിങ്ക്സിലൊക്കെ ഉള്ള സംഭവമാണ്. എനർജി ഡ്രിങ്ക്സോ ഒന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, അതിൽ ഷുഗറും മറ്റ് കെമിക്കൽസും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പ്ലെയിൻ കഫീൻ്റെ സപ്ലിമെൻറ്റ്സ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഫി കുടിക്കാം, പവറുള്ള കോഫീസ് കുടിക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കോഫീൻ്റെ കാര്യമൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ടോളറൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ടോളറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഡോസേജ് പവർ ഇല്ലാതാവും. അപ്പോൾ നമ്മൾ ഡോസ് കൂട്ടേണ്ടി വരും. അങ്ങനെ ഒരു മാസമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 1 വീക്ക് എന്ത് ചെയ്യാം, കോൾഡ് ടർക്കി കഫെയിൻ ഫുള്ള് ഒഴിവാക്കിയിട്ട് റെസ്റ്റ് എടുക്കുക, എന്നിട്ട് പിന്നെയും ചെറിയ ഡോസ് നിന്ന് തുടങ്ങാം. ഓക്കെ, സോ അതും നിങ്ങളെ ഫോക്കസ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഒരു 3 to 4 മണിക്കൂർ നമ്മൾ കഫെയിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പീക്ക് പെർഫോമൻസ് ആയിരിക്കും. നമ്മൾ ഇവിടെ പഠിക്കേണ്ട രീതി, ലാസ്റ്റായിട്ട് ഞാൻ പഠിക്കേണ്ട രീതി പറഞ്ഞുതരാം. നമ്മൾ ഡീപ്പ് വർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ, ഡീപ്പ് വർക്ക് പ്രിൻസിപ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ ബ്രെയിൻ നമുക്ക് മാക്സിമം പുഷ് ചെയ്യാൻ പറ്റുക, ഡീപ്പായിട്ട് പുഷ് ചെയ്യാൻ പറ്റുക, നമ്മളെ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് പുഷ് ചെയ്യാൻ പറ്റുക ഒരു 4 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം. അപ്പോൾ ഇവിടെ നിങ്ങളൊരു 4 മണിക്കൂർ സ്റ്റഡി ടൈം കണ്ടെത്തിയിരിക്കണം. ഓക്കെ, നിങ്ങൾ വിചാരിച്ച എല്ലാ സബ്ജക്ട്സും ഫുൾ ഫോക്കസോട് കൂടി ഡീപ്പായിട്ട് പഠിക്കാൻ ഒരു 4 മണിക്കൂർ നിങ്ങൾ കൊടുക്കുക ഡെയിലി. 6 മാസം ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി അടുത്ത പ്ലാനിക്ക് പോവാം. നമുക്ക് 3 മാസമോ അറൗണ്ട് 3 മാസമൊക്കെ ടൈം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മോർണിംഗ് റൂട്ടീന് നമ്മളൊന്ന് ചെറുതാക്കുക. അവിടെ മോർണിംഗ് റൂട്ടീൻ നമ്മൾ 1 hour കൊടുത്തിനു. ഇവിടെ ഇപ്പോൾ മെഡിറ്റേഷൻ 10 മിനിറ്റ് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ അതൊരു 5 മിനിറ്റ്, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി പെട്ടെന്ന് തീർക്കുക, പെട്ടെന്ന് ഫ്രഷ് ആയി വരിക, അങ്ങനെ ഒരു 30 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുക്കണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് കുറേ ടൈം വേസ്റ്റ് ചെയ്യാനില്ല, നമുക്ക് ആകെ 3 മാസമുള്ളൂ. എന്നിട്ട് സ്ലീപ്പിൻ്റെ കേസ് നിങ്ങൾ എന്തായാലും പഴയ പോലെ തന്നെ ഫോളോ ചെയ്യുക. ഒരു സ്ലീപ്പ് ടിൽ റെസ്റ്റഡ് എന്നുള്ള റൂള് നമ്മളെ ബോഡിക്ക് റെസ്റ്റഡ് ആണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്യാം. പിന്നീട് ഫിസിക്കൽ ആക്ടിവിറ്റി 1 hourൽ നിന്ന് ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഫിസിക്കൽ ആക്ടിവിറ്റി അത്യാവശ്യമാണ്. അപ്പോൾ പക്ഷേ അത് പഴയ പോലെ 1 മണിക്കൂർ 1.5 മണിക്കൂർ. അപ്പോൾ ആദ്യം ജിമ്മിൽ പോയി വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ടൈം എടുക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ പകരം എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും തുടങ്ങാം. അങ്ങനെ അത് ഒരു അരമണിക്കൂറിലേക്ക് കുറക്കുക. ഇവിടെ ഇനി നമുക്ക് 4 മണിക്കൂർ പഠിച്ചാൽ പോരാ, നമുക്ക് ആകെ 3 മാസം ടൈമുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ സംഭവങ്ങൾ കവർ ചെയ്യാനുണ്ട്. അപ്പം 4 മണിക്കൂർ നമ്മൾ ഡീപ്പ് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒരു 2-3 മണിക്കൂർ നമുക്ക് ഷാലോ, അത്ര ഡീപ്പല്ലാത്ത, ഷാലോ എന്ന് പറയാൻ പറ്റില്ല, അത്ര ഡീപ്പല്ലാത്ത വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം 4 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, നല്ല പുഷ് ചെയ്യേണ്ട രീതിയിലുള്ള സബ്ജക്റ്റുകൾ പഠിക്കാം. ഓക്കെ, 2-3 മണിക്കൂർ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ പഠിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കൂടുതൽ ടൈം ഒരു 6-7-8 മണിക്കൂറൊക്കെ പഠിക്കേണ്ടി വരും. കാരണം നമുക്ക് ഡ്യൂറേഷൻ കുറവാണ്, കാരണം നമുക്ക് ടൈം കുറവാണ്. എന്നിട്ട് കഫെയിൻ യൂസ് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യാം. കഫെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് കോഫിയാണ് റെക്കമെൻഡ് ചെയ്യുക. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് സീനാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി കോഫി കുടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആദ്യം കോൾഡ് ടർക്കി ചെയ്തിട്ട് ലോക്കിൻ ചെയ്യുക. ലോക്കിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു സ്റ്റഡി മോഡാണ്. അപ്പോൾ ആദ്യം ഒരു 1 വീക്കൊക്കെ റെസ്റ്റ് എടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ പ്രിപ്പറേഷനും റെഡിയാക്കിയതിന് ശേഷം, കോഫി ഒഴിവാക്കിയതിന് ശേഷം പിന്നെ ഹൈലി കാഫിനേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യാൻ തുടങ്ങുക. ആ ഒരു 3 മാസം എന്ന് പറയുന്നത് ഒരു സ്പ്രിൻറ്റിംഗ് ആണ്. ഫുൾ ഫോക്കസ്, ഫുൾ സ്റ്റഡിങ്. ഇനി ഡയറ്റിൻ്റെ കേസിൽ ഇവിടെ നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ ചെയ്യാം, നെസസറി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം എടുക്കും നമ്മളെ ഡൈജഷനും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയി വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് തുടങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, റെക്കമെൻഡ് ചെയ്യുക വെച്ചാൽ ലോ കാർബ് ഡയറ്റ്, എലിമിനേഷൻ ഡയറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവിടെ കുറേ ന്യൂട്രീഷൻ ബോംബും ഫാറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ ആവണതിന് പകരം നമുക്ക് ആകെ 3 മാസമല്ലേ ടൈമുള്ളൂ. അപ്പോൾ പകരം ഹൈ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ന്യൂട്രീഷൻ ബോംബ്സുകൾ, മീറ്റ് കാര്യങ്ങളൊക്കെ ഫുഡിലേക്ക് ആഡ് ചെയ്യുക, ഫാറ്റുകളും. അപ്പോൾ ആ ലാസ്റ്റത്തെ സ്ട്രാറ്റജിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ, ഇനി പറയാൻ പോകുന്ന പോയിന്റുകളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കമ്മ്യൂണിറ്റി ഔട്ട്ലേഴ്സ് ക്ലബിൻ്റെ വെബ്സൈറ്റിൽ ഞാനൊരു ഗൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഷാംസ് അപ്പെക്സ് പ്രൊഡക്ടിവിറ്റി ഗൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 1 മാസമായിട്ട് റിസർച്ച് ചെയ്ത് ഭയങ്കര രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഗൈഡാണ് അപ്പെക്സ് പ്രൊഡക്ടിവിറ്റി ഗൈഡ് എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഗൈഡ് മലയാളത്തിലുണ്ട്, ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു ഗൈഡും പ്ലസ് അത് 3 മണിക്കൂർ പ്ലസ് കണ്ടൻറ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരു സ്ലീപ്പ് ഗൈഡ് ഉണ്ടാക്കിയിരുന്നു. അത് ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്ത് കണ്ടൻറ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇതിന് മുമ്പ് ഒരു സ്റ്റഡി ഗൈഡ് ഉണ്ടാക്കിയിരുന്നു. അത് ആൾമോസ്റ്റ് 1 hour ഉണ്ട്. അപ്പോൾ ഈ 3ഉം ടോട്ടൽ 6 hours പ്ലസ് കണ്ടൻറ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മറി ഇ ബുക്കുകളും അതിൻ്റെ കൂടെ
ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്നത്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കണം. ദ പ്രൈസ് ഈസ് ഓൺലി 499. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ പഠിത്തം സീരിയസ് ആക്കിയാണ്ട് എടുക്കുകയാണ്, നിങ്ങൾ ആക്ച്വലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റഡീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ദിസ് ക്യാൻ ബി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു സ്റ്റഡി ബെറ്റർ. സോ ചെക്ക് ദ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. നൗ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ വീഡിയോ. ഇനി നമുക്ക് ലാസ്റ്റ് സ്ട്രാറ്റജിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് ആകെ ഒരു മാസമുള്ളൂ പഠിക്കാനെന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇവിടെ സ്റ്റിൽ യു ഹാവ് ടു ഡു ദ മോർണിംഗ് റൂട്ടീൻ, പക്ഷേ കീപ്പ് ഇറ്റ് വെരി മിനിമൽ. 10 to 15 മിനിറ്റ് കൊണ്ട് സംഭവം തീരണം. ഇവിടെ മോർണിംഗ് റൂട്ടീൻ സിമ്പിളായിട്ട് കീപ്പ് ചെയ്യുക. ജസ്റ്റ് വേക്ക് അപ്പ്, ടേക്ക് എ ഷവർ, സ്റ്റാർട്ട് സ്റ്റഡിങ്. ഇവിടെ സ്ലീപ്പിൻ്റെ കേസ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ബോഡി റെസ്റ്റഡ് ആണെന്ന് ഫീൽ ചെയ്യണ വരെ ഉറങ്ങാൻ ടൈമില്ല. കാരണം നമുക്ക് ആകെ 1 മന്തോ അതിൽ കുറവോ ടൈമുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു 5 മണിക്കൂറൊക്കെ ഉറങ്ങുമ്പോൾ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് തോന്നുന്നുണ്ട്, തലവേദനയൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഒരു 8 മണിക്കൂർ ബെഡിൽ കിടക്കുമ്പോൾ നല്ല ക്വാളിറ്റി സ്ലീപ്പും കിട്ടുന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെ ഇടയിൽ ഒരു 7 മണിക്കൂർ 6.5 മണിക്കൂറൊക്കെ പിടിക്കുക. എന്നിട്ട് അത് വെച്ചാണ്ട് പോവുക. അതാകുമ്പോൾ ഒരു വലിയൊരു നെഗറ്റീവ് സൈഡിലേക്കും പോകണില്ല, അതേസമയം നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ആക്കണമില്ല. ഇനി ഫിസിക്കൽ ആക്ടിവിറ്റീൻ്റെ കേസ്, ഫിസിക്കൽ ആക്ടിവിറ്റി സ്റ്റിൽ ഈസ് നീഡഡ്, പക്ഷേ ഒരുപാട് ടൈം വേസ്റ്റ് ആക്കാനല്ല. 5 to 10 മിനിറ്റ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. HIIT വർക്കൗട്ട് അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്നൊരു സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ കിതക്കുന്ന രീതിയിൽ, നമ്മൾ നല്ല രീതിയിൽ വിയർക്കുന്ന രീതിയിലുള്ള വർക്കൗട്ടുകൾ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിൻറ്റിങ് അറിയുണ്ടാവും, ആൾ എഫോർട്ട് കൊടുത്താണ് നമ്മൾ ഓടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഹില്ലൊക്കെ ഭയങ്കര രീതിയിൽ ഓടി കയറുകയല്ലേ. അപ്പോൾ ഇതൊക്കെ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകളാണ്. അപ്പോൾ ഇതൊക്കെ ഷോർട്ട് ഡ്യൂറേഷനിൽ തന്നെ നമുക്ക് ഒരുപാട് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ വർക്കൗട്ടുകൾ ചെയ്യാൻ തുടങ്ങാം. ഇവിടെ നമുക്ക് ടൈം വേസ്റ്റ് ആക്കാനില്ല. ഇനി ഡയറ്റിൻ്റെ കേസിലാകുമ്പോൾ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാനോ അതുപോലെ തന്നെ എലിമിനേഷൻ ഡയറ്റ് ഫോളോ ചെയ്യാനോ ഫാസ്റ്റിങ്ങിനോ ഒന്നും ഇവിടെ ടൈമില്ല, അതിനൊന്നും അഡാപ്റ്റ് ആവാൻ ടൈമില്ല. ഇവിടെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കുറക്കുക. സ്റ്റിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങൾ കയറണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എന്തെങ്കിലും ഡെഫിസിറ്റ് കാര്യങ്ങൾ വരും. ഞാൻ പറഞ്ഞ ഫുഡുകളുണ്ടല്ലോ, ഹൈ ഫാറ്റ്, ഹൈ പ്രോട്ടീൻ, ഈ സംഭവങ്ങളൊക്കെ അത് സ്റ്റിൽ നിങ്ങൾ കഴിക്കണം. പക്ഷേ എല്ലാം നിങ്ങൾ കഴിക്കണതിൻ്റെ അളവ് എന്ത് ചെയ്യുക, ഇവിടുന്ന് കുറക്കുക. കാരണം ഇവിടെ നമുക്ക് ഡയറ്റിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ടൈമില്ല. അപ്പോൾ അളവ് കുറച്ചിട്ട് അതുപോലെ പഠിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക, അതൊക്കെ ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, ജങ്കുകളൊക്കെ കട്ട് ചെയ്യുക. ഇതിനൊന്നും വലിയ ടൈം എടുക്കില്ല. ഇനി സബ്ജക്റ്റുകൾ അനലൈസ് ചെയ്യാം. നിങ്ങൾ ഇവിടെ അടിപൊളി സ്ട്രാറ്റജി ഉണ്ടാക്കണം. കാരണം ഈ പറഞ്ഞ എല്ലാത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്. നമ്മളൊരു കോട്ട് ഉണ്ടല്ലോ, 1 minute ഓഫ് പ്രീ വിൽ സേവ്സ് ഹവേഴ്സ് ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരാൾ എന്ത് ചെയ്തു, എങ്ങനെ പഠിക്കണം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, എത്ര കവർ ചെയ്യണം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഏതാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ കടന്ന് റിപ്പീറ്റേഷൻ ഇങ്ങനെ ചെയ്ത് വായിച്ച് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി എക്സാം വരെ. അപ്പോൾ ഓൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഓളെ മനസ്സിൽ ഓൾ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയാം. പക്ഷെ അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. ഇതൊരു ഗെയിമാണ്, ഇവിടെ സ്ട്രാറ്റജി ഇട്ട് കഴിഞ്ഞാൽ തന്നെ വിജയിക്കുള്ളൂ. സോ സ്ട്രാറ്റജിൻ്റെ കേസിൽ ഞാൻ എപ്പോഴും നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 10 ദിവസം പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 10 ദിവസം ഫുൾ ക്രാം ചെയ്യുന്ന ഒരാളും അതുപോലെ തന്നെ ഒരു 2 ദിവസം സ്ട്രാറ്റജിക്ക് വേണ്ടി കൊടുത്തു, എന്നിട്ട് 8 ദിവസം പ്രൊഡക്റ്റീവായിട്ട് പഠിച്ച ഒരാളും നല്ല തമ്മിൽ വ്യത്യാസം ഉണ്ടാവും ഗ്രേഡ്സിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണം, നിങ്ങളെല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ അനലൈസ് ചെയ്യാം. ഏതൊക്കെയാണ് എൻ്റെ സ്ട്രോങ് സബ്ജക്റ്റുകൾ, എനിക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത്, ഓൾറെഡി എനിക്ക് കുറച്ച് ബേസ് ഉള്ള, ഞാൻ പാസ്സാവും അല്ലെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടും തോന്നുന്ന സബ്ജക്റ്റുകൾ, അതിന് സെയിം ടൈം കൊടുക്കുക. പഠിക്കുന്നത് സെയിം ടൈം കൊടുക്കുക. കുറക്കണം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് ഇനിയും അതേപോലെ തന്നെ പോകണം. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് നോക്കുക, എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാത്തത്, ഇനി പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെ നോക്കാം, അതിന് കൂടുതൽ ടൈം കൊടുക്കുക. ദാറ്റ് ഈസ് ദ സ്ട്രാറ്റജി. നമുക്ക് എല്ലാത്തിലും മാർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ CAൻ്റെ കേസിലൊക്കെ അങ്ങനെയാണ്. അതായത് അഗ്രിഗേറ്റ് മാർക്കും വേണം, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സബ്ജക്റ്റിൽ മാർക്ക് വേണം. അപ്പോൾ നമ്മൾ എല്ലാത്തിലും സ്ട്രോങ് ആയിരിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന സംഭവം സീരിയസ് ആയിട്ട് എടുക്കണം, അതെന്തായാലും നിങ്ങൾ ചെയ്യണം. പ്രീവിയസ് 10 yearsൽ അല്ലെങ്കിൽ പ്രീവിയസ് 10 attemptsൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് നിങ്ങൾ അനലൈസ് ചെയ്യാം. 5 വർഷമോ 3 വർഷമോ 2 അറ്റംപ്റ്റോ 3 അറ്റംപ്റ്റോ ഒന്നല്ല, കഴിഞ്ഞ 10 അറ്റംപ്റ്റിലെ സിലബസ് മാറിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല, എടുക്കുക. അപ്പോൾ നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഒരു പാറ്റേൺ മനസ്സിലാവും. ഇത് +1 ആണെങ്കിലും +2 ആണെങ്കിലും ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെന്നുണ്ടെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരിക്കലും ഒരു ബന്ധമില്ലാത്ത സംഭവങ്ങളാവില്ല ഓരോ വർഷം ചോദിക്കുന്നത്. നിങ്ങൾ ആ ഒരു 10 ഇതിലൂടെ ചോദിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും ഏകദേശം റിപ്പീറ്റ് ആയി വരുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, ഇതെന്തായാലും മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തു. കാരണം ഇവിടെ 1 മാസം ടൈമുള്ളൂ, നമുക്ക് ബുക്ക് ഫുള്ള് പോകാനുള്ള ടൈമില്ല. അപ്പോൾ നമ്മളിവിടെ ബുദ്ധി കളിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയപ്പോൾ ഇടവിട്ടൊക്കെ വരുന്ന സാധനങ്ങൾ കണ്ടു. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ മറ്റിൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതും ഞാൻ മനസ്സിലാക്കണം. ആ ഒരു രീതിയിൽ ഇങ്ങനെ പ്രയോറിറ്റൈസേഷൻ കൊടുത്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കാണാപ്പാടം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കാണാപ്പാടം പഠിക്കരുത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പെട്ടെന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഇതിനനുസരിച്ച് ഇങ്ങനെ അനലൈസ് ചെയ്ത് പേപ്പർ അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് പഠിക്കുക.
ഇപ്പോൾ നമ്മൾ 3 സ്ട്രാറ്റജികളും കവർ ചെയ്തു. ഇനി ഞങ്ങൾക്ക് കുറച്ച് ബോണസ് പോയിന്റുകൾ തരാം. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് യു ഡോണ്ട് നീഡ് സോഷ്യൽ മീഡിയ ഡ്യൂറിങ് ദിസ് പീരിയഡ്. ഇൻസ്റ്റഗ്രാമെന്നോ സ്നാപ്ചാറ്റെന്നോ കുറച്ച് കാലം ഒഴിവായി എന്ന് കരുതി നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. വേറൊരാളെ സ്റ്റോറി കണ്ടില്ലെന്നോ, അയാൾ ടൂർ ചെയ്ത് കണ്ടില്ലെന്നോ, അല്ലെങ്കിൽ അയാളെ വീട്ടിൽ കാറ് വാങ്ങിയത് കണ്ടില്ലെന്നോ കരുതി ഒന്നും സംഭവിക്കാനില്ല. നിങ്ങൾക്ക് ഇവിടെ മിസ് ഔട്ട് ചെയ്യാനുള്ളത്, നിങ്ങൾ മിസ് ഔട്ട് ചെയ്യുക, നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുക, നിങ്ങൾ പഠിച്ചില്ലല്ലോ എന്നുള്ളതാണ്. സോ യു ഡോണ്ട് നീഡ് സോഷ്യൽ മീഡിയ റൈറ്റ് നൗ. നിങ്ങൾക്ക് ക്ലാസ് കാണാൻ യൂട്യൂബ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ, നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യാം. തമ്പനയിൽ ബ്ലർ ചെയ്യാനുള്ള എക്സ്റ്റൻഷൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ തമ്പനയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വേറെ ഡിസ്ട്രാക്റ്റഡ് ആയിക്കാണ്ട് വേറെ വീഡിയോക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തമ്പനയിൽ ബ്ലർ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റൻഷൻസ് ഉണ്ട്. ChatGPT ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ മൊബൈൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് പഠനത്തിന് ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കുക. വാട്സപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യമുള്ള ആൾക്കാർ, സാറന്മാർ, അതുപോലെ ഡിസ്കസ് ചെയ്യാനുള്ള സ്റ്റുഡൻസ്, ഇവരെ കോൺടാക്ട്സ് വെച്ച് ബാക്കിയൊക്കെ അർക്കൈവിൽ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഡെഫിനറ്റ്ലി ഓഫ് ആക്കി വെക്കണം. അതുപോലെ തന്നെ ഫോൺ സൈലൻ്റ് ആക്കി വെക്കാം. ഇത് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ. ഇനി രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമാണ്, എൻ്റെ സ്റ്റഡി ഗൈഡിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പൊമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യാൻ. പക്ഷേ എൻ്റെ ഒരു മനസ്സിലൊരു വിചാരം എന്ന് പറയുന്നത് പൊമഡോറോ ടെക്നിക്ക് ഒരു ലിമിറ്റേഷൻ പോലെ ഞാൻ കണ്ടിരുന്നത്. നമുക്ക് ആകെ 25 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കി പൊമഡോറോ ടെക്നിക്കൊക്കെ ബുൾഷിറ്റാണ്. അതൊരു ലിമിറ്റേഷൻ അല്ല, അതൊരു ടെക്നിക്കാണ്. അത് ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ആരെങ്കിലും ഫാമിലീൻ്റെ മെമ്പേഴ്സിനൊക്കെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി കണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തി, എന്നിട്ട് ഒരു വർക്ക് ഒരു ദിവസം 10 മണിക്കൂർ സ്ട്രൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റൂലേ? പറ്റും. ഫോക്കസ്ഡ് ആയിക്കാണ്ട് വർക്ക് ചെയ്യാൻ പറ്റൂലേ? പറ്റും. അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. അതല്ലാതെ നമുക്ക് 25 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള റൂളൊന്നുമില്ല. നമ്മളെങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ക്യാപ്പബിലിറ്റി ഉണ്ടാവും. കാരണം ഹ്യൂമൻ ബോഡിക്ക് എപ്പോഴും ഒരു പവർ ഉണ്ട്, എന്ത് അഡാപ്റ്റ് ചെയ്യാനുള്ള. ഇനി അടുത്തതാണ് ഡിസൈൻ യുവർ എൻവയറമെൻറ്റ്. എൻവയറമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു ഡിസ്ട്രാക്റ്റഡ് എൻവയറമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് വരാൻ ചാൻസ് കൂടുതലുണ്ട്. ഫോണുണ്ട് അടുത്ത്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പാരൻസോ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്ന് ശല്യപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മൾ വിൻഡോസിലൂടെ പല അയൽവാസികളും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നല്ല വിൽ പവർ യൂസ് ചെയ്യണം. അതേസമയം നമ്മളെ റൂം എന്ന് പറയുന്നത് പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ആരും നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ വരുന്നില്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരോടും നമ്മൾ ശല്യപ്പെടുത്തരുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിൻഡോസും അതുപോലെ കർട്ടൻസൊക്കെ ക്ലോസ്ഡ് ആണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്. സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിരിക്കണമെന്നാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിൽ പവർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതിൽ കുറേ കാലം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നൊക്കെ ഉള്ളത്, ഡിസ്ട്രാക്ട് ആവാതെ പഠിക്കുക എന്നൊക്കെ ഉള്ളതിൻ്റെ സീക്രറ്റ് എന്ന് പറയുന്നത് ശരിക്കും എൻവയറമെൻ്റ് ആണ്. വിൽ പവറിൻ്റെ കേസ്, അപ്പോൾ പല ആൾക്കാരും പറയും വിൽ പവർ യൂസ് ചെയ്ത് റെസിസ്റ്റ് ചെയ്താൽ പോലെ എന്നുള്ളത്. വിൽ പവറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. വിൽ പവർ ലിമിറ്റഡ് റിസോഴ്സാണ്. നമ്മളത് കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിയും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാനില്ലാത്തപ്പോൾ വീണ്ടും ഡിസ്ട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് വീഴും. അതുകൊണ്ടാണ് പറഞ്ഞത് എൻവയറമെൻറ്റ് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിക്കാണ്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളത്. ഇനി അടുത്തൊരു പോയിൻ്റാണ്, ഒരിക്കലും രാവിലെ എണീറ്റേക്കിനും ഹൈലി ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യരുത്. നമ്മൾ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസ് എപ്പോഴും വരെ ഒരു കോം എൻവയറമെൻറ്റിലാണ്. നമ്മൾ ബ്രെയിൻ വേവ്സ് ഒക്കെ ഒരു സ്റ്റേബിൾ ആയിക്കാണ്ട് പോകുമ്പോഴാണ്. നമ്മൾ ഭയങ്കര രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ തന്നെ എണീറ്റ് സ്ക്രോൾ ചെയ്യേ അല്ലെങ്കിൽ സിനിമ കാണുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, ന്യൂസ് കാണുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിൻ ഫ്രഷ് ആയി നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആവശ്യമില്ലാത്ത കെയോട്ടിക് സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ നമുക്ക് ഗതികേടായിരിക്കും. നമുക്കൊരു ADHD ഒക്കെ ഉള്ള പോലെ കാര്യം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അറിയാത്തവർക്ക് വേണ്ടി പറയാം. അപ്പോൾ നമ്മൾ ആകെ അങ്ങനെ മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യുന്ന പോലെ കാര്യം. അതേസമയം നമ്മൾ രാവിലെ എണീച്ച് ടെക്നോളജി ഒന്നും യൂസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഓഫാണ്, നമ്മളൊരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മളൊരു കോൾഡ് ഷവറൊക്കെ ചെയ്ത് നമ്മൾ പഠിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാണ്ട് പഠിക്കാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ഓൾവേസ് ട്രൈ ടു എസ്കേപ്പ് ഫ്രം ദ സോഷ്യൽ ട്രാപ്പ് ആൻഡ് ഇവൻറ്റ്സ്. എപ്പോൾ നമ്മൾ എക്സാമിൻ്റെ ഒക്കെ ഒരു ടൈം ആവുന്ന ടൈമിൽ നമുക്ക് ആകെ കുറച്ച് കാലമുള്ളൂ. ഇവിടെ സോഷ്യൽ ട്രാപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഓരോരോ ഫംഗ്ഷന്, കല്യാണം, കുടിയിരിക്കൽ, അതുപോലെ മൂതിരടൽ, എൻഗേജ്മെൻറ്റ്, കുട്ടീൻ്റെ മുടി കളിച്ചൽ, അങ്ങനെയൊക്കെ ഓരോ പരിപാടികളുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളിൽ നിന്നൊക്കെ ഈ ഒരു പീരീഡിൽ മാത്രം, പെർമനൻ്റ്ലി ഞാൻ പറയുന്നില്ല, ഈ ഒരു പീരീഡിൽ മാത്രം മാക്സിമം മാറി നിൽക്കുക. കാരണം നിങ്ങൾ അറ്റൻഷൻ എന്ന് പറയുന്നത് ഇവിടെ മാത്രം, ഇതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ, അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓലിയും കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ ലാസ്റ്റ് പറയാമെന്ന് വെച്ച പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു സംഭവം കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ കാലം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാന്ന് തോന്നുമ്പോഴും, നമുക്ക് മോട്ടിവേഷൻ ഇല്ലാത്തപ്പോഴും, നമുക്ക് ബാഡ് ഫീലിങ്സ് ഉള്ള ദിവസം, ബാഡ് ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സാധനം വേണം. എന്താ അറിയോ? റീസൺ. അപ്പോൾ നിങ്ങളെ ഈ ഒരു പഠിത്തം, ഈ ഒരു സ്റ്റഡി, നിങ്ങൾ ഏതും ആയിക്കോട്ടെ, എന്ത് റീസൺ ആയിക്കോട്ടെ, അത് നിങ്ങൾ ഇമോഷണലി നിങ്ങൾ കണക്ട് ചെയ്യണം. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഞാനിത് പാസ്സായി കഴിഞ്ഞിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു കരിയർ കിട്ടും, ഈ ഒരു കരിയർ ഞാൻ ഭയങ്കര രീതിയിൽ ആഗ്രഹമുള്ള ഒരു സംഭവമാണ്, എൻ്റെ ലൈഫിനെ തന്നെ മാറ്റാൻ ചാൻസ് ഉണ്ട്. എന്ത് റീസൺ ആയിക്കോട്ടെ,
നിങ്ങൾക്ക് ഭയങ്കര രീതിയിൽ ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ തോന്നാത്തപ്പോഴൊക്കെ നമുക്ക് മുമ്പോട്ട് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ട് ആ ഒരു ഗൈഡ് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ is helpful for you guys. See you in the next video.